കേന്ദ്ര ബജറ്റ് അവഗണനയിൽ പ്രതിഷേധം ശക്തമാക്കാൻ കേരളം. സംസ്ഥാനത്തിന് നിരാശ സമ്മാനിച്ച ബജറ്റ്, മൊട്ട സമ്മാനിച്ച ബജറ്റ്. BJPക്കെതിരെ LDFും UDFും തെരഞ്ഞെടുപ്പ് വിഷയമാക്കും. ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതിക്ക് അനുമതി നൽകുമെന്നായിരുന്നു സർക്കാർ കണക്കുകൂട്ടൽ. അതുണ്ടാകാത്തതിനാൽ RRTS പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. ബജറ്റിനെതിരെ ഇന്ന് പാർലമെന്റിലും പ്രതിപക്ഷ പ്രതിഷേധമുയരും. കോർപ്പറേറ്റുകളെ മാത്രം ലക്ഷ്യമിട്ട ബജറ്റെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. ബജറ്റിലെ റെയിൽവേ പദ്ധതികൾ വിശദീകരിക്കാൻ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. റോഷിപാലും നോബൽ ബാരിക്കാരനും ചേരുന്നുണ്ട്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. നോബൽ ബാരിക്കാരൻ, വെരി വെരി ഗുഡ് മോർണിംഗ്. റോഷി, നോബൽ, നമ്മളെ ആകെ തഴഞ്ഞ ബജറ്റാണ് ഇന്നലെ വന്നത്. ആനയോളം പ്രതീക്ഷിച്ച് ആമയോളം കിട്ടി. ആമ എന്നൊക്കെയാണ്. എന്തായാലും ട്രോളോട് ട്രോൾ മഴയാണ്. BJPക്കാണെങ്കിൽ തല ഉയർത്തി നിന്ന് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. ജോർജ് കുര്യൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. BJP സംസ്ഥാന അധ്യക്ഷനാണെങ്കിൽ കിട്ടാത്തതിനെ കുറിച്ച് നിങ്ങൾ എന്തിനു പറയുന്നു, കിട്ടിയത് എന്ത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. BJP നേതാക്കൾക്ക് കാര്യമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇതിപ്പോൾ LDFും UDFും ബജറ്റിനെ കടന്നാക്രമിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നു കഴിഞ്ഞാൽ BJPയുടെ നില അല്പം പരിങ്ങലിലുമാകും. എങ്ങനെ ഇതിനെ മറികടക്കുമെന്നുള്ളതാണ് പ്രശ്നം. ഏതായാലും പ്രതിഷേധം ശക്തമാണല്ലോ അല്ലേ റോഷിപാൽ? അരുൺകുമാർ, സംസ്ഥാനത്ത് LDFും UDFും ബജറ്റിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് തന്നെയാണ് തയ്യാറെടുക്കുന്നത്. ഇന്നലെ ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ ഒന്നാകെ വലിയ ട്രോളാണ്. അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആമയുടെ ചിത്രം പങ്കുവച്ചാണ് എല്ലാവരും ആ ട്രോളിന്റെ ഭാഗമായത്. അത് ട്രോള് മാത്രമല്ല, അതൊരു പ്രതിഷേധം കൂടിയായിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു പ്രഖ്യാപനവും ഉണ്ടാകാറില്ല. അത് പലപ്പോഴായി ഇപ്പോൾ ലഭിക്കുമെന്ന കണക്കുകൂട്ടിയ ഒന്നും അവിടെ പരിഗണിക്കപ്പെടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ തവണ തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് ഒരു പക്ഷേ BJP രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പ്രഖ്യാപനം നടത്തുമെന്നെങ്കിലും പ്രതീക്ഷയിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയൊക്കെ തകർന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം ലഭിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരത്തിലെങ്കിലും പ്രത്യേക പദ്ധതി അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. BJP നേതാക്കളൊക്കെ അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്തതാണ്. പക്ഷേ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ടാണ് പ്രഖ്യാപനം. ഏതായാലും ഈ കാര്യത്തിൽ ഇനി പ്രതിഷേധത്തിലേക്ക് കടക്കാൻ, കാരണം ഒന്ന് തെരഞ്ഞെടുപ്പാണ്, 1.5 മാസത്തിനപ്പുറത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണമൊക്കെ സജീവമാകുന്ന ഘട്ടമാണ്. അതുകൊണ്ട് ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കേന്ദ്രത്തിന്റെ ഈ അവഗണന പ്രധാന വിഷയമാകും. കഴിഞ്ഞ കുറെ കാലമായി LDF പറയുന്നതാണ് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു എന്ന്. അങ്ങനെ സമരത്തിലേക്കടക്കം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ്. ഈ തവണ 21,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ധനമന്ത്രി നേരിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതും പരിഗണിക്കപ്പെട്ടില്ല. ഈ ഒരു സാഹചര്യമൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇനി പ്രചാരണം കൊഴുപ്പിക്കും. അവിടെ BJP എങ്ങനെ പ്രതിരോധം ഉയർത്തുമെന്ന് വ്യക്തമല്ല. BJP ഇന്നലെ ദുർബലമായ വാദങ്ങളാണ് ഉയർത്തിയത് BJP സംസ്ഥാന അധ്യക്ഷൻ. ഏതായാലും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഇന്നു മുതൽ BJP നേതാക്കൾ പ്രതിരോധം ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അതിവേഗ റെയിൽപാത പോലും ലഭിച്ചില്ല. വിഴിഞ്ഞത്തിന് പ്രത്യേകമായ സഹായങ്ങളില്ല. കാരണം വിഴിഞ്ഞം പദ്ധതി അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് സാമ്പത്തിക സഹായം ആവശ്യമാണ്. അതുപോലും പരിഗണിക്കപ്പെട്ടില്ല എന്നതാണ് പരാതിയായി ഉയരുന്നത്. അരുൺകുമാർ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദില്ലിയിലും ഇന്നലെ തന്നെ നമ്മൾ പ്രതിഷേധ ശബ്ദം പാർലമെന്റിനുള്ളിൽ കേട്ടു. കേരളം കേരളം എന്ന് കേരളത്തിൽ നിന്നുള്ള MP-മാര് പാർലമെന്റിൽ ബഹളം വയ്ക്കുന്നതൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ കാര്യമായിട്ട് ഉള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നോബൽ ബാരിക്കാരനുണ്ട്. നോബൽ ബാരിക്കാരൻ, അങ്ങനെ നമ്മളെ തഴഞ്ഞു. ഇന്നത്തെ പത്രങ്ങളുടെ തലക്കെട്ടുകളൊക്കെ നോക്കിയാൽ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം അല്പസമയത്തിനുള്ളിൽ. എല്ലാം ആമനിർഭരമാണ്, ആമമയമാണ് പത്രങ്ങളിലുള്ള വിമർശനങ്ങൾ പോലും. BJP എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുമെന്നാണ് അറിയേണ്ടത്. ഇന്നിപ്പോൾ അശ്വിനി വൈഷ്ണവ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരു പക്ഷേ അശ്വിനി വൈഷ്ണവിന്റെ വാർത്താ സമ്മേളനത്തിൽ കുറച്ച് ട്രെയിനുകളും ഒരുപക്ഷെ അതിവേഗ റെയിലിനെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ ഉണ്ടെങ്കിൽ തൽക്കാലം BJPക്ക് പിടിച്ചു നിൽക്കാം. ആശ്വാസമാകുന്ന എന്തെങ്കിലും അശ്വിനി വൈഷ്ണവ് ഇന്ന് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ബജറ്റിന്റെ ബാക്കിയായി? നോബൽ, അരുൺ, വെരി ഗുഡ് മോർണിംഗ്. കേന്ദ്ര ബജറ്റ് കേരളത്തിനൊന്നും സമ്മാനിച്ചിരുന്നു മാത്രമല്ല കടുത്ത അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമാണ് തുടരുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വലിയ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നത് സംശയമാണ്. കാരണം ഇതിനോടകം തന്നെ ഹൈസ്പീഡ് പാത മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പ്രഖ്യാപിച്ചപ്പോൾ സ്വാഭാവികമായി ഒരെണ്ണം വേണമെങ്കിൽ കേരളത്തിൽ പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല എന്നാണ്
യാഥാർത്ഥ്യം. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമായിരിക്കും ഇന്നിപ്പോൾ റെയിൽവേ മന്ത്രി നൽകുന്നത് എന്ന സൂചന പുറത്തേക്ക് വരുന്നുണ്ട്. പ്രധാനമായും എന്തുകൊണ്ട് ഇത്തരത്തിൽ പദ്ധതികൾ പ്രഖ്യാപിച്ചില്ല എന്നതടക്കമുള്ള കാര്യമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിനുള്ള വിമർശനം അടക്കം അതിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി സംസ്ഥാനത്ത് വലിയ തിരിച്ചടിയാണ് ഈ ബജറ്റ് ഉണ്ടാക്കിയത്. രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾക്ക് അത് വലിയ അതൃപ്തി ഉണ്ട് എന്ന സൂചന പുറത്തേക്ക് വരുന്നു. സ്വാഭാവികമായും എന്തായിരിക്കും കേന്ദ്രമന്ത്രി പറയാൻ പോകുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ചില കേന്ദ്രങ്ങൾ ഇപ്പോൾ സൂചന നൽകുകയും ചെയ്യുന്നത്. അതേസമയം ഇന്നിപ്പോൾ ഈ കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്ക് എതിരെ സംസ്ഥാനത്തെ MP-മാർ, പ്രത്യേകിച്ച് ഇടത് UDF MP-മാരുടെ പ്രതിഷേധം പാർലമെന്റിൽ ഉണ്ടാകും എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. പ്രധാനമായും UDF LDF MP-മാർ ഒരുമിച്ചായിരിക്കില്ല പ്രതിഷേധിക്കുക. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ ഒരുമിച്ച് പ്രതിഷേധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ കടുത്ത അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ഉണ്ടാകും എന്ന സൂചനകൾ MP-മാർ നൽകുന്നു. ഒരുപക്ഷേ പാർലമെന്റ് കവാടത്തിലടക്കം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ അവഗണന എന്ന് പറയുന്നത് എയിംസ് എന്നത് വലിയ ആഗ്രഹമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ അതിവേഗ പാത വലിയ ആഗ്രഹമായിരുന്നു. മറ്റു പല പദ്ധതികളുമുണ്ട്. വിഴിഞ്ഞം അടക്കമുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, ഒപ്പം ഈ മെട്രോ വികസനം, അങ്ങനെ നിരവധി പദ്ധതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും പ്രഖ്യാപിക്കാതെ ഒരു തരത്തിലും കേരളത്തോട് ഒരു സമീപനം, ഒരു അനുകൂലമായ സമീപനം സ്വീകരിക്കാതെയാണ് ബജറ്റ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ സംഘടിപ്പിക്കുമെന്ന് UDF LDF MP-മാർ ഒന്നടങ്കം വ്യക്തമാകുന്നു. ഒരുപക്ഷെ ഇപ്പോൾ പാർലമെന്റിൽ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. പാർലമെന്റ് കവാടത്തിലടക്കം MP-മാരുടെ പ്രതിഷേധം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺ, അപ്പോൾ പ്രിയപ്പെട്ട താങ്ക് യു നോബൽ, താങ്ക് യു റോഷിപാൽ. അപ്പോൾ പ്രിയപ്പെട്ടവർ, പ്രേക്ഷകരെ ആനയോളം പ്രതീക്ഷിച്ച് ആമമുട്ടയോളം കിട്ടി എന്നുള്ളതാണ് മൊത്തത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ തലക്കെട്ടുകളിലൂടെയൊക്കെ ഒന്ന് പോയാലേ കൗതുകമുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ കാണിക്കാം. ഇന്നിപ്പോൾ ഇറങ്ങിയ പ്രധാനപ്പെട്ട പത്രങ്ങൾ നൽകാം. നമുക്ക് ദേശാഭിമാനിയിൽ തുടങ്ങിയാൽ ദേശാഭിമാനിയിൽ കേന്ദ്രപ്പകയിൽ കേരളം മാപ്പിലില്ല എന്നാണ് പത്രം. അതിനകത്ത് പ്രേക്ഷകർക്ക് കാണാം ഒരു ആമയുടെ ചിത്രമൊക്കെ വെച്ചിട്ടാണ് ഉള്ളത്. ആമയായിട്ട് നരേന്ദ്രമോദി, അതിന് മുകളിൽ നിർമ്മലാ സീതാരാമൻ, പിന്നെ നമ്മുടെ മന്ത്രിയുണ്ട്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രപ്പകയിൽ കേരളം മാപ്പിലില്ല. ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ബജറ്റിലും ഇത്ര ക്രൂരമായ അവഗണന നമ്മൾ നേരിട്ടിട്ടില്ല എന്നാണ് പത്രം പറയുന്നത്. കേരളം എന്നൊരു നാട് ഇന്ത്യയിലുണ്ടെന്ന പരിഗണന പോലും കാട്ടിയില്ല. നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച മോദി ബജറ്റ് വയനാടിൻ്റെ കണ്ണീരൊപ്പാനോ വിഴിഞ്ഞത്തിൻ്റെ വികസന കുതിപ്പിനോ നയാ പൈസ നീക്കി വെച്ചില്ല എന്നാണ്. എന്തൊക്കെയാണ് കേരളത്തിന് കിട്ടാതെ പോയത് എന്നുള്ള കാര്യങ്ങളും ഇതിവിടെ പറയുന്നുണ്ട്. അതിനുശേഷം മറക്കരുത് ഭൂപടത്തിൽ കേരളമുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമിയിലെ തലക്കെട്ട് കൂടി നമുക്കൊന്ന് നോക്കി വരാം. മാതൃഭൂമിയിലും ആമ തന്നെയാണ് പ്രധാനമായും തലക്കെട്ടിലുള്ളത്. കേരളത്തിന് ആമ ജീവിതം എന്നുള്ളതാണ് മാതൃഭൂമിയിലെ തലക്കെട്ട്. ചോദിച്ചതൊന്നും കിട്ടാതെ കേരളം, അതിവേഗ റെയിലും എയിംസും ദേശീയ ജലപാതയുമില്ല. ആമയുണ്ട്, ഇത് നിർമ്മലാ സീതാരാമൻ്റെ മുഖമുണ്ട്, ഒപ്പം കരിമണലിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന ആമമുട്ട പിറക്കിക്കൊണ്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ, തൊട്ടു പിന്നിൽ സുരേഷ് ഗോപി, പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി KN ബാലഗോപാൽ ഇങ്ങനെ പിന്നാലെ നിൽക്കുകയാണ്. വമ്പൻ പ്രഖ്യാപനങ്ങളില്ലാതെ കേന്ദ്ര ബജറ്റ് എന്നുള്ളതാണ്. ആമജീവിതം കേരളത്തിന് എന്നുള്ളതാണ് മാതൃഭൂമിയുടെ തലക്കെട്ട്. മലയാള മനോരമയിലേക്ക് എത്തിയാൽ മലയാള മനോരമയുടെ തലക്കെട്ട് ആത്മനിർഭർ എന്നുള്ളത് മാറ്റി ആമനിർഭർ കേരളം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അവിടെയും ആമ തന്നെയാണ്. ഒരു കടൽ ഓരത്ത് നരേന്ദ്രമോദിയും നിർമ്മലാ സീതാരാമനും ആമയും കൊണ്ട് പോകുന്ന ചിത്രമാണ് മലയാള മനോരമയിൽ ട്രോളാക്കി മാറ്റിയത്. ആമനിർഭർ കേരളം, കേരളത്തിന് കിട്ടിയത് കടലാമ പ്രജനന കേന്ദ്രങ്ങളിലൂടെ വിനോദസഞ്ചാര പദ്ധതി, റെയർ എർത്ത് കോറിഡോർ, തേങ്ങ, കശുവണ്ടി, കോക്കോ ഉൽപ്പാദന വർധനയിലും പദ്ധതിയിലും പ്രതീക്ഷ. രാജ്യത്ത് 7 ഹൈസ്പീഡ് റെയിൽ ഇടനാഴികൾ, അതിലും കേരളമില്ല. കേരളത്തിന് ആമനിർഭർ കേരളം എന്നുള്ളതാണ്. മാധ്യമത്തിലേക്ക് എത്തിയാൽ മാധ്യമത്തിൻ്റെ ആദ്യ പേജിൽ പറയുന്നത് കേരളത്തിന് കരയാമേ എന്ന്. ആമ പരിചരണ കേന്ദ്രവും ധാതുഘടന ഇടനാഴിയും മാത്രം, വേഗരയിലും എയിംസുമില്ല എന്നാണ് മാധ്യമം പത്രത്തിൽ പറയുന്നത്. അതിനകത്തും ആമ തന്നെയാണ്. ആമയും അതിവേഗരയിലും പിന്നെ സുരേഷ് ഗോപിയും നിർമ്മലാ സീതാരാമനും മാധ്യമത്തിൽ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ളത്. എന്നാൽ ഇംഗ്ലീഷ് പത്രങ്ങളിൽ പൊതുവെയുള്ള വിലയിരുത്തൽ, സ്ഥിതിവിവര കണക്കുകൾ വെച്ചുകൊണ്ടുള്ള വിലയിരുത്തലാണ്. ദ ഹിന്ദു പത്രത്തിൽ കാപ്പെക്സ് സ്കെയിലപ്പ് എന്നാണ് തലക്കെട്ട്. കാപ്പെക്സ് സ്കെയിലപ്പ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന ചെലവിൽ ഒരു വർധനയുണ്ടായിരിക്കുന്നു. അത് 11,20,000 കോടി എന്നുള്ളത് മാറി 12 ലക്ഷത്തിലേക്ക് 12.5 ലക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ പ്രതിരോധ മേഖലയിൽ 15.1, അതേപോലെ 4.4% നമ്മളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് കിടക്കുന്നത്. ഷെയർ ഓഫ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ 1.96 ആണ് എന്നുള്ളതാണ്. അതിപ്പോഴും ലോ തന്നെയാണ് എന്നുള്ളതാണ് ദ ഹിന്ദു പത്രം പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ബജറ്റിനെ കുറിച്ചുള്ള വിലയിരുത്തലുകളുള്ളത്. ഒരുപാട് ട്രോളുകളും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സാമൂഹിക മാധ്യമങ്ങളിൽ. പല ട്രോളുകളും പത്രത്തിലുള്ളതുപോലെ തന്നെ ആമ ഒക്കെ വെച്ചുകൊണ്ടുള്ള ട്രോളുകളാണ്. ചില ട്രോളുകൾ വലിയ ഹിറ്റുമാണ്.